അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണല്ലോ എല്ലാവർക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സലമൺ ഫിഷായിട്ടാണ്. സലമൺ ഫിഷാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത്. നമുക്കിത് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ബട്ടർ സോസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 5 പീസ് ഇതേമാതിരി കട്ട് ചെയ്തെടുത്തേന് 5 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സാധനം നമുക്ക് ആദ്യം ഇതൊന്ന് മസാല ആക്കി വെക്കാം. സാധനമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കിത് മസാല ആക്കാൻ വേണ്ടിയത് കുരുമുളക് പൊടി കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ. ഇത് എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മസാല ആക്കി വെക്കാം. ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടിയും ഉപ്പും ഈ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കി നമുക്ക് വെക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രിൽ ചെയ്തിട്ട് ബട്ടർ സോസ് ഉണ്ടാക്കാം. ഒന്ന് ഫ്രൈ ആക്കി എടുത്തും കൊണ്ട് ആ സോസും കൂടെ ഉണ്ടാക്കാം. ബട്ടർ സോസും കൂടെ നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാനൊരു ഫ്രൈ പാൻ ഓവനിൽ വെച്ചു, എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇട്ടേക്കാണ്. അതിനകത്തോട്ട് നമുക്ക് ഈ സൽമൺ ഫിഷ് അതിനകത്തോട്ട് ഓരോന്നെടുത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരേ പീസ് അതിനകത്തോട്ട് ഒന്ന് എടുത്ത് വയ്ക്കാം. ഫ്രൈ ആക്കി എടുക്കാം. എല്ലാം ഞാൻ ഇതിലോട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് അടുത്ത ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ സോസും കൂടി ഉണ്ടാക്കാം. മീൻ അവിടെ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ, സോസും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സോസും കൂടി ഉണ്ടാക്കാം. ആ സോസിന് ആവശ്യമായ സാധനമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. നമുക്ക് സോസ് ഉണ്ടാക്കാനാണ്. സലമോൺ ഫിഷ് അവിടെ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ. 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ പാർസ്ലി ലീവ്സ്. പിന്നെ ആവശ്യത്തിന് ബട്ടർ, 2 ടീസ്പൂൺ ബട്ടർ ഇടണം. പിന്നെ കുക്കിംഗ് ക്രീമാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ കുക്കിംഗ് ക്രീം, പിന്നെ ഒരല്പം എണ്ണ, ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ അല്പം എണ്ണ അതിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷമേ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ബട്ടർ കരിയും, പെട്ടെന്ന് കരിയും ബട്ടർ. അങ്ങനെ ഒരു സാധനമാണ് ബട്ടർ എന്ന് പറയുന്നത്. നോക്കൂ, നമുക്കൊരല്പം എണ്ണ അതിലോട്ട് ക്രീമിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ബാക്കി മീനിൻ്റെ എണ്ണയും കൂടെ നമുക്ക് ഈ സോസിലോട്ട് ഒഴിക്കേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അല്പം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനകത്തോട്ട് 2 ടീസ്പൂൺ ബട്ടറും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഗാർലിക്കും കൂടി ഒന്നിട്ട് കൊടുക്കാം. ഗാർലിക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് കളറായി വന്നോട്ടെ. കളറായതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം. നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കിക്കാണി, ഇതേമാതിരി നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. നോക്കൂ, ഗാർലിക്ക് ഇവിടെ കളറായി വന്നു. ഇതിലോട്ട് നമുക്ക് ബ്ലാക്ക് പേപ്പർ ഇട്ട് കൊടുത്ത്, പാർസലി ലീവ്സ് ഇട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാതെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരല്പം ക്രീം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ക്രീമൊന്നും വേണ്ട, നമുക്ക് അളന്നിരിക്കാം. നിങ്ങൾക്ക് നോക്കി ഒരു ചെറിയ കപ്പ് ക്രീമ് ഒന്നല്ല 2 കപ്പ് ഒഴിക്കാം. 2 കപ്പ് 2 ചെറിയ കപ്പ് ക്രീം ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ക്രീമൊന്നും ഇതിന് ആഡ് ചെയ്യണ്ട. മീനിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയാണ്. കണ്ടല്ലേ, ബട്ടർ ക്രീമാണ്. നോക്കി, ഞാൻ ഇതിലോട്ട്
നിങ്ങൾക്ക് കാണാലോ, മീൻ ഇതുകൊണ്ട് അവിടെ കിടന്ന് ഫ്രൈ ആക്കുന്നു. ഇവിടെ ഞാൻ സോസും ഉണ്ടാക്കും. ഇത് നിങ്ങൾ നോക്കിക്കാണേ. ഇതേപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫയറൊന്ന് ഓഫാക്കാം. നോക്കൂ, ക്രീം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫയറൊന്ന് ഓഫാക്കാം. ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, ഫിഷ് ഇവിടെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്ന് ഇനി അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, ഇതിലോട്ട് നമുക്ക് ഈ സോസൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ച സോസാണ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നോക്കൂ, ഇത് നല്ല ഈസിയാണ്, നല്ല അടിപൊളിയാണ് കഴിക്കാനെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വൈറ്റ് റൈസിൻ്റെയൊക്കെ കൂടെ ഇതൊന്ന് നിങ്ങൾ കഴിച്ച് നോക്കണം എങ്ങനെയെന്നുള്ള. ഈ സൽമാൻ ഫിഷ് മാഷാ അല്ലാഹ് തബാറക്കത്ത് റഹ്മാൻ. നിങ്ങളൊന്ന് കണ്ടോക്കിക്കണി ഇങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആരും ഉണ്ടാക്കാതിരിക്കരുത്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ക്രീം വെച്ച്. പിന്നെ നിങ്ങൾക്ക് നാരങ്ങ ജ്യൂസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ ചോയ്സാണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്നുള്ളത് അത് നിങ്ങളെ ചോയ്സാണ്. ഞാൻ ഇതേമാതിരിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ഇത് ആയാൽ മതി. എന്നിട്ട് അടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാൻ. വാവ്, മാഷാ അല്ലാഹ് തബാറക്കത്ത് റഹ്മാൻ, അടിപൊളിയായി. ഇനി നമുക്കിതൊന്ന് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഞാൻ ഇവിടെ തീ ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ്. ഓഫാക്കി കൊടുത്തിട്ട് അടുത്തൊരു പാത്രത്തിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നോക്കിക്കാണി, ഈ മീൻ സൽമാൻ ഫിഷ് ബട്ടർ സോസ് ഞാൻ ഉണ്ടാക്കി. ഞാൻ ഇതേമാതിരി ഒരു കാസർഗോഡ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഇതിനകത്തോട്ട് നമുക്ക് അതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കിക്കാണി. വാവ്, മാഷാ അല്ലാഹ് തബാറക്കത്ത് റഹ്മാൻ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ സൽമാൻ ഫിഷിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. നോക്കൂ, നിങ്ങൾക്ക് കാണാലോ. ഞാൻ അതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുത്ത് ഇനി ഞാൻ ഒരല്പം ബെൽ പേപ്പർ കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഈ ഗാർണിഷും കൂടെ ആകുമ്പോൾ നല്ല ഒരു മൊഞ്ചാണ് കാണാൻ. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് ഇതിലോട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഈ ഡിഷൊന്ന് ഉണ്ടാക്കി നോക്കാം.